പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മുടെ ബ്ലീഡിങ് ഹാർട്ട്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ എല്ലാവരും ഈ ബ്ലീഡിങ് ഹാർട്ട്സ് നല്ലൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ്. അതുപോലെ നമുക്ക് കുറ്റിയായി വളർത്താവുന്ന രീതിയിൽ ചട്ടിയിലോ അല്ലെങ്കിൽ മണ്ണിലോ ഡയറക്റ്റ് എങ്ങനെയാണെങ്കിലും ചെയ്യാവുന്ന രീതിയിലാണ്. നിറയെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ. ഇതുമേ ബ്ലീഡിങ് ഹാർട്ട്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഉണങ്ങിപ്പോയി തുടങ്ങി. ഇനി ഇതൊക്കെ കട്ട് ചെയ്യാറായിട്ടുണ്ട്. ഫ്ലവറൊക്കെ ഒരുവിധം കഴിഞ്ഞു കേട്ടോ, ഒരുവിധം കഴിഞ്ഞു, ഉണങ്ങിപ്പോയി. നമ്മളിങ്ങനെ ഉണക്കി നിർത്തരുത്. ഉണക്കി നിർത്തി കഴിഞ്ഞാൽ പിന്നെ അതൊരു അവിടെ ഒരു സ്തംഭിച്ച അവസ്ഥയാവും ആ ചെടിക്ക്. അപ്പം നമ്മൾ ആ പൂവുണ്ട് കഴിഞ്ഞാൽ അത് ഉണക്കാതെ തന്നെ, ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വൈകിയ കാരണമാണ്, അല്ലെങ്കിൽ ഫ്ലവറൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിങ്ങനെ കട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഈ കട്ട് ചെയ്ത കൊമ്പുകളൊക്കെ നമുക്ക് മണലിൽ കുത്തി വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് തൈകൾ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ദേ ഇതിൻ്റെ ഒരു ചെറിയൊരു റെഡ് കളർ അതിൻ്റെ മിക്ക് വരണ കാരണമാണ് ബ്ലീഡിങ് ഹാർട്ട്സ് നല്ലൊരു റെഡ്, നല്ല വൈറ്റിലുണ്ട്. പിന്നെ വേറൊരു കളറും കൂടി ഇട്ട, അപ്പോൾ അതും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കെയർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ബ്ലീഡിങ് ഹാർട്ട്സിൻ്റെ എന്തുകൊണ്ടാണ് ഈ പേര് വരാൻ കാരണം, നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള നല്ല ഇലകൾക്കിടയിൽ കൂടെ നല്ല വൈറ്റ് കളറിലുള്ള ഫ്ലവറിൻ്റെ ഉള്ളിലെ ഒരു നല്ല ചെറിയൊരു റെഡ് കളറുള്ള ഫ്ലവറാണ് അതിനത്രയും ഭംഗി കൂടുതലായിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു കെയറും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള കിച്ചൺ വേസ്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ഇതിൻ്റെ ചോട ഇട്ടിട്ട് കുറച്ച് മണ്ണ് ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് മേലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഒരു സീസണും ഇല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ഇനാണ് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് ഡിസംബർ ജനുവരി സമയത്താകുമ്പോൾ ഒന്നും കൂടി ഉഷാറായിട്ട് നല്ല രീതിയിൽ ഫ്ലവറൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഫ്ലവർ കൂടുതൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇതിപ്പോൾ വച്ചിട്ട് ചെറിയ അത്ര അധികം ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത് വയ്ക്കുന്നതനുസരിച്ചിട്ട് നല്ലൊരു സ്റ്റാൻഡ് അതിന് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു താങ്ങ് കൊടുക്കുന്നത് അത്രയും നല്ലതാണല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്കിത് വളർന്നു വരുമ്പോൾ, നമുക്ക് എത്ര ഉയരം വരുമ്പോൾ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് നമുക്കതിനെ ഒരു ബുഷിയായ രീതിയിൽ ആക്കി നിർത്തണം കേട്ടോ. ആദ്യമേ തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്ലവർ തന്നെ ആക്കി ഫ്ലവറിനെ വരുത്താവുന്ന രീതിയിൽ ചെയ്യണ്ട. ഫ്ലവർ വരുന്നതനുസരിച്ച് കട്ട് ചെയ്ത് കളഞ്ഞു, അതായത് എല്ലാ ഇളപ്പളും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിനെ നല്ലവണ്ണം ബുഷിയായതിന് ശേഷം വീണ്ടും നല്ലോണം ഇളപ്പുകൾ കൂടുതൽ വരുമ്പോൾ അതിൻ്റെ എല്ലാ തലപ്പിലും ഇതിൻ്റെ ഫ്ലവർ വരും. അതാണ് ഇതിന് ഭംഗി കൂടുതൽ വരുന്നത്. ഇതിൻ്റെ സീസണിൻ്റെ എല്ലാ സമയത്തും പൂവിടും, എന്നാണ് സീസൺ സമയത്തൊക്കെ ഇല കാണാതെ തന്നെ ഇത് ഫ്ലവർ ഉണ്ടായി കാണുമ്പോൾ തന്നെ അത്രയും മനോഹരമായൊരു ഫ്ലവറാണ് കേട്ടോ. എല്ലാവരും ഈ പ്ലാന്റ് വിട്ടുകളയരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇത് എവിടെ ചെന്നാലും എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു കമ്പ് ചോദിച്ചാൽ പോലും ആ കമ്പ് ഒരു 2 കമ്പ് വെച്ചിട്ട് മണലിൽ കുത്തി വെച്ചാൽ പോലും ഇതിന് ഒരുപാട് തൈകളുണ്ടാക്കാം. പിന്നെ വിത്തിൽ നിന്നും തൈകൾ ഉണ്ടാക്കാവുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ അതാണ് ബ്ലീഡിങ് ഹാർട്ട്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെ നിൽക്കുന്ന ഈ പതിയിലാണ്ട് കണ്ട. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് വെട്ടിക്കളയണം. നമുക്ക് അതുപോലെ അതെ ഇതൊക്കെ വേണ്ട. ഇതിനൊക്കെ നമുക്ക് വല്ലാണ്ട് ഉയരത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതുപോലെ നമുക്ക് കുറ്റിയായിട്ട് ഇങ്ങനെ ഉണങ്ങി നിൽക്കണത് കണ്ട. നമുക്കത് കട്ട് ചെയ്ത് കളഞ്ഞാൽ തന്നെ അത് ഫ്ലവർ ഉണ്ടാവും. ഇപ്പോൾ അത് മേലിലേക്ക് പോകുന്നതായിട്ടാണെങ്കിൽ ഇങ്ങനെ വളച്ച് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കണം. അങ്ങനത് ചട്ടിയിലാണ് വെച്ചത്. പിന്നെ നല്ലോണം ഒതുക്കി നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ വരുന്ന ഭാഗങ്ങളൊക്കെ ഒതുക്കി അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കണം. അങ്ങനെ ഒരു കുറ്റി ലെവലിൽ വയ്ക്കാം. ഇത് ചട്ടിയിലാണ് കേട്ടോ. ഇനി ഇതിൻ്റെ വളം കണ്ട, ഞാൻ വേറെ ഒരു വളം ഇടുന്നില്ല. കിച്ചണിലെ എല്ലാ തരം വേസ്റ്റുകൾ ഇതൊക്കെ കംപ്ലീറ്റ് അതിൻ്റെ കടയ്ക്ക് തന്നെ ഇട്ടാണ് കേട്ടോ. അപ്പോൾ വേറെ യാതൊരുവിധ വളവും വേണ്ട അതിലേക്ക്. എല്ലാത്തരം തൂപ്പുകളും എല്ലാം ഇട്ട് എന്നിട്ട് ഇടയ്ക്ക് കുറച്ച് മണ്ണ് കൂടി എടുത്തിടാം.
ഇത് താങ്ങ കൊടുത്തേക്കുന്നതാണ് കേട്ടോ. അത് നേരെ ഒരു പൈപ്പിൻ്റെ ഭാഗം തന്നെ ഞാൻ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്ലീഡിങ് ഹാർട്സിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിരുന്നവരെ എല്ലാവർക്കും ഓക്കെ, ബൈ, താങ്ക് യു.